അത് ഞാൻ ഇന്നൊരു സ്റ്റഡി ടേബിൾ പോലെ ഉണ്ടാക്കിയതാണ്. മീൻസ് എനിക്ക് എൻ്റെ സ്റ്റഡി ടേബിൾ ഇരുന്നിട്ടൊരു സുഖമില്ല, സോ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയാണ്. ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തു, എന്നിട്ട് അതിനകത്ത് കുറച്ച് ബുക്സും തുണിയൊക്കെ വെച്ചിട്ട് കവർ ചെയ്ത്, എന്നിട്ടത് സെക്യൂർ ചെയ്യാൻ ടേപ്പ് ഒട്ടിച്ചു. എന്നിട്ടൊരു നല്ലൊരു തുണി കിട്ടിയപ്പം അതെടുത്ത് വെച്ചിട്ട് കവർ ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ടേപ്പ് ഒട്ടിക്കാം. എന്നിട്ടത് കറക്റ്റായിട്ട് ഇത് എഴുതി വെച്ചാൽ അതിൻ്റെ പുറത്ത് വെച്ച് എഴുതാൻ പറ്റും. തുണി വെച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചാൽ മതി. ഞാനീ പറയുന്ന സംഭവം എൻ്റെ തലയിൽ വന്ന് ഉദിച്ചതൊന്നും അല്ല. ഞാൻ വീഡിയോസൊക്കെ കണ്ടപ്പം അതുപോലെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഓരോന്ന് ട്രൈ ചെയ്തതാണ്. 3-4 ട്രൈ ചെയ്തു. അതാണ് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഗമ്മിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് അത് ആ പ്ലാസ്റ്റിക് ബോട്ടിൽ കവർ ചെയ്തെടുത്തതേ ഉള്ളൂ. പ്രത്യേകിച്ച് പരിപാടിയൊന്നും അതിനകത്ത് നടത്തിയില്ല. ബിക്കോസ് എൻ്റെ ഈ വാട്ടർ കളർ ഇരിപ്പില്ലായിരുന്നു. അതിൻ്റെ കോലം ഇതുപോലെയാണ് വന്നത്. നെക്സ്റ്റ് പരിപാടി പറയുമ്പോൾ ഞാനൊരു ജേർണൽ ഉണ്ടാക്കി. ആദ്യം ന്യൂസ് പേപ്പർ ഇട്ട ബുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തു. പിന്നെ ഞാനതൊരു ചാർട്ട് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് ഇങ്ങനെ ആക്കി. ഇതാണ് അതിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക്. ഇങ്ങനെ ഒരു പിന്നെ ഒരു മിനി കലണ്ടർ ഉണ്ടാക്കി. ജൂൺ തൊട്ട് ഡിസംബർ വരെ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് പഠിക്കാതിരിക്കുമ്പോൾ എടുത്ത് വെച്ചിട്ട് മാസമൊക്കെ ഒന്ന് ഇത് മാർക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടൊരു ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. നല്ലതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം. ജസ്റ്റ് പേപ്പർ എടുത്ത് കട്ട് ചെയ്ത് എഴുതിയാൽ മതി. 2 പേപ്പർ എടുത്ത് പിടിച്ച് കുറച്ച് കട്ട് കാണും. പിന്നെ എൻ്റെ ജേർണലിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. ജൂൺ മന്തിലെ ജേർണൽ എങ്ങനെ എഴുതിയേക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ സ്റ്റഡി പ്ലാൻ എന്നും പറഞ്ഞിട്ട് ഞാൻ സ്റ്റിക്കറായിട്ട് ഞാൻ തന്നെ വരച്ചിട്ട് കളർ ചെയ്ത് പെൻസിൽ വെച്ചിട്ട്, എന്നിട്ട് പെൻസിൽ കളറാണ് കളർ ചെയ്ത് ഒട്ടിച്ചേക്കാണ്. പിന്നെ ജൂൺ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കുറച്ചൊരു ഡെക്കറേഷനൊക്കെ ചെയ്തു. ഒരു കോട്ട് എഴുതി. ഇത് ഞാൻ യൂട്യൂബ് ചാനലൊരു ഹെലന മോം എന്ന് പറഞ്ഞ ചാനൽ കണ്ടാണ്. പിന്നെ ജൂണിൻ്റെ ആ ഒരു കുറേ ഓരോരോ ചാനൽ ബേസ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഒരു കലണ്ടർ ആ ബുക്കിൽ ഇത് ചെയ്തു. കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വേറെ പേപ്പർ വരയ്ക്കും, എന്നിട്ടത് കട്ട് ചെയ്ത് ഒട്ടിക്കും. അപ്പോൾ നമുക്കൊരു രസം കാണാൻ. പിന്നെ മൂഡ് ട്രാക്കർ ഉണ്ട്. ഹാപ്പിയാണോ, സാഡാണോ, ടയർഡാണോ, ആംഗ്രി ആണോ, നോർമലാണോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മൂഡ് ട്രാക്കർ ഉണ്ടാക്കി. അത് ചിലപ്പം മാസത്തിനവസാനം ഉപകരിച്ചെന്ന് വരാം, അതുകൊണ്ടാണ്. പിന്നെ മൂഡ് ട്രാക്കർ കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് നോട്ട് പാഡിന് വേണ്ടിയിട്ട് കുറച്ച് ഇതൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്, കളറൊക്കെ ചെയ്തിട്ട്. അപ്പോൾ കുറച്ചൊരു രസം കാണും. പിന്നെ ഇവിടെ ഓരോ ദിവസത്തെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് കോളംസ് എല്ലാം ക്ലൗഡ്സ് പോലെ, ജൂണല്ലേ അപ്പോൾ മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് ഞാൻ ക്ലൗഡ്സ് പോലെ ജസ്റ്റ് ഒന്ന് ചെറിയ ബോക്സുകൾ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ഹാബിറ്റ് ട്രാക്കറാണ്. ഒരു ദിവസം ഇത്ര നേരം പഠിച്ചോ, +2 പഠിച്ചോ, +1 പഠിച്ചോ, എക്സസൈസ് ചെയ്തു, അതൊക്കെ പറഞ്ഞിട്ട്. പിന്നെ സ്ലീപ്പ് ട്രാക്കർ, എത്ര നേരം ഉറങ്ങിയെന്ന്. പിന്നെ എക്സ്പെൻസ് ട്രാക്കർ. ഇന്നൊരു 80 രൂപ പൊട്ടിച്ചു. എനിക്ക് കളേഴ്സൊക്കെ വാങ്ങിക്കണമായിരുന്നു. കളർ പെൻസിലും വാങ്ങിച്ചില്ല, അങ്ങനെ കുറേയൊക്കെ വാങ്ങിച്ചു. പിന്നെ ഈ മാസം റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സംഭവം എഴുതി ആ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു. ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. So thank you guys, thank you for watching this video. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ